ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോൾ വീണ്ടും അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാറാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. സ്വർണ്ണപ്പാളി കൊണ്ടുപോകുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു ശ്രീകുമാർ. റിനു ശ്രീധർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. റിനു, ഇതുമായുള്ള വിവാദങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ അതങ്ങനെ ഒരു വശത്ത് നടക്കുമ്പോൾ വീണ്ടും ഒരു അറസ്റ്റ് കൂടി ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ ഈ മെയിന്റനൻസിനായി അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോകുമ്പോൾ ഉണ്ടായിരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാറാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. പറയൂ കൂടുതൽ വിവരങ്ങൾ. സ്മിത, ഇന്ന് രാവിലെയാണ് ശ്രീകുമാറിനെ തിരുവനന്തപുരത്തെ SIT ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതിനു ശേഷം അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ച അദ്ദേഹത്തിന്റെ വൈദ്യപരിശോധന നടത്തുമെന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഇദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ശ്രീകുമാർ മുൻകൂർ ജാമ്യ ഹർജി നൽകിക്കൊണ്ട്, എന്നാൽ ഹൈക്കോടതി ആ ജാമ്യം തള്ളുന്നൊരു സാഹചര്യം. തുടർന്നാണ് അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ ഹാജരായത്. നേരത്തെ ജയശ്രീ അടക്കം ഹൈക്കോടതി പോവുകയും തള്ളുകയും ചെയ്തിരുന്നു ജാമ്യ ഹർജി എന്നുള്ളതാണ്. ഇദ്ദേഹം ചെയ്തിരിക്കുന്ന കുറ്റമായി SIT കണ്ടെത്തിയിരിക്കുന്നത് 2019 ഈ സ്വർണ്ണപ്പാളി അവിടെ നിന്ന് ഇളക്കിക്കൊണ്ടു പോകുമ്പോൾ ശബരിമലയുടെ ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു ശ്രീകുമാർ എന്നുള്ളതാണ്. ഇദ്ദേഹമാണ് ഈ ചെമ്പ് പാളിയാണ് എന്നതടക്കം ഫയലിൽ എഴുതി ചേർത്തത് എന്നുള്ളതാണ്. എന്നാൽ ഇദ്ദേഹം വാദിക്കുന്നത് ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം താൻ പാലിച്ചു എന്നുള്ളത് മാത്രമാണ്. ഇതാണ് ജാമ്യ ഹർജിയിലും പറഞ്ഞത്. അങ്ങനെ പാലിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഉന്നത ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ മുതിർന്ന ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇത്തരം നിർദ്ദേശം പുറപ്പെടുവിക്കുമ്പോൾ തങ്ങൾക്കത് അംഗീകരിക്കാനേ നിവൃത്തിയുള്ളൂ എന്നടക്കമാണ് ജാമ്യ ഹർജിയിൽ പറഞ്ഞിരുന്നത്. എന്തായാലും ഹൈക്കോടതി കൂടി ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിലാണ് അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ ഹാജരാകുകയും അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി കോടതിയിൽ ഹാജരാക്കും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും കൂടുതൽ അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട് ശ്രീകുമാറിനെ എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ, ഒരു സമ്മർദ്ദം ഇദ്ദേഹത്തിന് ഉണ്ടായോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത അന്വേഷണ സംഘത്തിന് വരുത്തേണ്ടതായിട്ടുണ്ട്. അതിന്റെ കൂടി പശ്ചാത്തലത്തിൽ കൂടുതൽ ശ്രീകുമാറിനെ ചോദ്യം ചെയ്യും എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. സ്മിത, ശരി, റിനു ശ്രീധറാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്. സ്വർണ്ണക്കൊള്ളയിൽ വീണ്ടും നിർണായകമായ ഒരു അറസ്റ്റ് കൂടി ഉണ്ടായിരിക്കുന്നു. അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയ സമയത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു ശ്രീകുമാറാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.